6.5 മണിക്കൂറും ഡയറക്ടർ സമയം പറഞ്ഞു കഴിഞ്ഞാൽ 6:30 വിത്ത് മേക്കപ്പിൽ ആക്ടർ അവിടെ റെഡിയായി. ലാലേട്ടൻ പുലിമുരുകൻ എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. കാരണം ഇന്ന് ആ ഷൂട്ട് ചെയ്ത സ്ഥലം ഒരു ഇരിക്കാൻ സൗകര്യം പോലും ഉണ്ടാവില്ല. അട്ട പിടിക്കും കാൽ ആലോചിച്ചത്. പക്ഷെ എന്താ വെച്ചാൽ അതാണ് യഥാർത്ഥ ലഹരി. അത്രയും രാവിലെ വന്നിരിക്കും. കുഞ്ഞാലി മരക്കാരൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വന്നില്ല. എന്താ അറിയോ, കുഞ്ഞാലിക്ക് വെട്ടിക്കൊടുക്കുന്ന ചെയ്തിട്ടുണ്ട്. അപ്പൊ മഴയുണ്ട്, ഒരു 2-3 ഇതിലെടുക്കണം. അപ്പൊ ചളിയിൽ ഇങ്ങനെ മുന്നിൽ കിടക്കുക. ഇപ്പൊ ലാൽ സാറിനാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് പോകുമ്പോഴാണ് സാർ ഒരു സെക്കൻഡ് പോലും സാർ തന്നെ തുടച്ചു കളിക്കുന്ന സാർ തന്നെ കിടക്കുന്നു. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ എവിടെ കണ്ടാലും ആദ്യം എന്നോട് ചോദ്യം മോനെ നാടകം കളിക്കുന്നില്ലേ. ലാൽ സാറിന് 1 മണിക്കൂർ ചെയ്തിട്ട് വേറൊരു ഫംഗ്ഷന് പോകും. പെട്ടെന്ന് ലാൽ സാറിനെ കൂടി പറഞ്ഞു കിട്ടിയാൽ ഭയങ്കര മഹാഭാഗ്യം. ഇല്ലെങ്കിൽ ഒരു വാക്ക് ഈ മോനെ എനിക്ക് ഇത്ര മണിക്കൂർ പോകേണ്ടിയില്ല, നേരത്തെ പറയേണ്ടത് ഞാൻ സാറ് കുഴപ്പമില്ല പെട്ടെന്ന് നോക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ. അത് വലിയൊരു ഇൻട്രോ ആണ്. അതിന്റെ മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം. കാരണം കൃത്യമായി അപ്പൊ ഇന്ന് ആ പ്ലേ തുടങ്ങുന്നതിന് മുമ്പേ സ്റ്റാർട്ടിങ് വോയിസ് ഹായ് ഹലോ വെൽക്കം ടു സിനിമാടെക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ദ റിയൽ കേരള സ്റ്റോറി എന്ന സിനിമയുടെ വിശേഷവുമായി സന്തോഷ് കീഴാറ്റൂർ, സന്തോഷ് ചേട്ടനും സിദ്ധാർത്ഥ് ബാബു. നമസ്കാരം. സന്തോഷ് ചേട്ടനോട് ചോദിക്കുവാണെങ്കിൽ ഇപ്പം ലാലേട്ടൻ്റെ കൂടെ എല്ലാ മെഗാ ഹിറ്റുകളിലും ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ട്. പുലിമുരുകനിലെ ആദ്യത്തെ 100 കോടി ചിത്രം മലയാളത്തിൽ ഇപ്പൊ തുടരും. അതെങ്ങനെയാണ് ആ ഭാഗ്യം ശരിക്കും ലാലേട്ടന്റെ കൂടെ ഒരു മാജിക്? അല്ലാതെ എങ്ങനെയാണത്, എങ്ങനെയാണ്, എന്താ തോന്നുന്നത്? അയ്യോ അതൊക്കെ എന്താ പറയാ മഹാസൗഭാഗ്യം. ഭാഗ്യം ആണ്, പക്ഷെ മറ്റൊരു സൗഭാഗ്യമാണ് ഞാൻ പറയാ. കാരണം നമ്മളൊക്കെ എന്താ പറയാ അങ്ങനെ സ്ക്രീനിൽ മാത്രം കണ്ട ഒരു മനുഷ്യൻ എന്ന് പറയാം, ആക്ടർ എന്നല്ല അതിനപ്പുറത്തേക്ക്. കാരണം അദ്ദേഹത്തിന് ആദ്യമായിട്ട് എന്നും എപ്പോഴും പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കും. പിന്നെ തുടരും ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും ആ ഒരു വിജയ ചിത്രത്തിന്റെ ഭാഗമാകാൻ, പ്രത്യേകിച്ച് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടർ ആഘോഷിക്കുന്ന ഒരു സിനിമ പറഞ്ഞില്ല, അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ അത് തരുൺമൂർത്തിയെ പോലൊരു സംവിധായകൻ വിളിച്ചപ്പോൾ തന്നെ എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല. എത്ര ദിവസമുണ്ട്, എത്ര സീനുണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം ലാലേട്ടന്റെ സിനിമ. തരുൺമൂർത്തി എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൽ ഭയങ്കര 2 പടവും അദ്ദേഹത്തിന്റെ ഭയങ്കര ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയാണ്. പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ രഞ്ജിത്ത് ഏട്ടൻ എന്നോട് വളരെ സ്നേഹത്തോടു കൂടി, എപ്പോഴും എവിടെ കണ്ടാലും ഭയങ്കര സ്നേഹത്തോടു കൂടി. ആദ്യമായിട്ട് രഞ്ജിത്ത് ഏട്ടന്റെ പ്രൊഡക്ഷനിൽ ഞാൻ ചെയ്യുന്ന പോലും. കാരണം രഞ്ജിത്ത് ഏട്ടന്റെ സീരിയലൊക്കെ എന്നെ 1-2 തവണ വിളിച്ചിട്ടുണ്ട് ത്രൂഔട്ട് വേഷം ചെയ്യാനൊക്കെ. പക്ഷെ അന്നൊക്കെ ഞാൻ പറയും സിനിമയാണ് നോക്കുന്നത്. എപ്പോഴെങ്കിലും എനിക്ക് സീരിയൽ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടം തന്നെയാണ്. ത്രൂഔട്ട് വേഷം എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഈ 3 പേരുടെയും അപ്പൊ സിനിമ സെറ്റിൽ എത്തിയപ്പോൾ തന്നെ ഒന്ന് തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം എന്റെ സീനിൽ അഭിനയിക്കുക എന്നതിലപ്പുറം ഞാൻ തരുൺ ഡയറക്ട് ചെയ്യുന്ന രീതികളൊക്കെ കാണുമ്പോൾ തന്നെ പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല അതിന്റെ റൂട്ട് എങ്ങനെയാണ് എന്നുള്ളത്. അത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിലെ വില്ലനായിട്ട് വന്ന ആക്ടർ. കാരണം ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സീൻ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു ഈ മനുഷ്യൻ തുടരും. വാക്ക് ഇതുപോലും ഭയങ്കര അർത്ഥവത്താണ്. ആ പേര് പോലും എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് ആ പേര് കണ്ടെത്തിയെന്ന് അറിയില്ല. കാരണം പക്ഷെ നമ്മൾ പോലും ചില സമയത്തൊന്നും അങ്ങനെയാണ് സിനിമ. ഈ ഹിറ്റ് സിനിമകളൊക്കെ അഭിനയിക്കുമ്പോഴേ ഇതിനു മുന്നേ 2-3 സിനിമകൾ തിയേറ്ററിൽ വന്നു. എയറും നല്ല ഹിറ്റായി. പക്ഷെ അതിനുശേഷം നമുക്കൊരു തിയേറ്ററിൽ സിനിമ വരാതിരിക്കാൻ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊന്നും കിട്ടാതിരിക്കുമ്പോഴേ അപ്പൊ അപ്പോഴാണ് തുടരും വരും. അപ്പൊ നമ്മുടെ മനസ്സും അറിയാതെ പോലെ നമുക്കൊരു എനർജി കിട്ടിയാണ് തുടരും. അപ്പൊ ഉള്ളിൽ തന്നെ അങ്ങനെയല്ലല്ലോ. നമ്മള് ആദ്യം ആക്ടർ നമ്മളെപ്പോഴും സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കണം. അപ്പൊ അത് ഏറ്റവും പറ്റുന്നൊരു വാക്കാണ് തുടരും. അപ്പൊ ഞാൻ തന്നെ എന്നോട് പറയാണ് നാളെ വർക്ക് കിട്ടുന്നത് കിട്ടട്ടെ, പക്ഷെ തുടരും എന്ന് പറയാം. അതുപോലെ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മളിപ്പോ ഈ ലഹരിയായി ബന്ധപ്പെട്ട കുട്ടികൾ പോലും പറയണം നമ്മൾ ലൈഫ് തുടരും എന്നെല്ലാം പറയുന്ന പോലെ അങ്ങനെ ഒരു തുടരും. പിന്നെ കോമ്പിനേഷൻ സീൻ ഇല്ലെങ്കിൽ പോലും ഒരുമിച്ച് അഭിനയിക്കാൻ സാധിച്ചു. പക്ഷെ ലൊക്കേഷനിൽ എവിടെ കണ്ടു കഴിഞ്ഞാലും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ നമ്മൾ റോൾ മോഡൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ലഹരിയിലേക്ക് പോകേണ്ടി വരില്ല. കാരണം ഞാൻ കുഞ്ഞാലി മരക്കാരിൽ അഭിനയിച്ചിട്ടുണ്ട് സാറിന്റെ കൂടെ, ഒടിയയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നും എപ്പോഴും അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തല്ലോ. പക്ഷെ ആ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയാ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അതെങ്ങനെ സാധിക്കുന്നു? 6.5 മണിക്കൂറും ഡയറക്ടർ സമയം പറഞ്ഞു കഴിഞ്ഞാൽ 6:30 വിത്ത് മേക്കപ്പിൽ ആക്ടർ അവിടെ റെഡിയായി. ലാലേട്ടൻ
ഇപ്പോൾ പുലിമുരുകൻ എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. കാരണം ഇന്ന് ആ ഷൂട്ട് ചെയ്ത സ്ഥലം ഒരു കാരവൻ പോവില്ല, കാറ് പോലും പോവില്ല. ഒരു കസേര ഇട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. ആ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ അത്രയും വലിയ എന്താ പറയുക വെള്ളച്ചാട്ടം നടക്കില്ല, ഒരു ഇരിക്കാൻ സൗകര്യം പോലും ഉണ്ടാവില്ല. അട്ട പിടിക്കും കാല് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ എന്താ വെച്ചാൽ അതാണ് യഥാർത്ഥ ലഹരി. അത്രയും രാവിലെ വന്നിരിക്കും. കുഞ്ഞാലി മരക്കാരൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വന്നിട്ടുണ്ട്. എന്താ അറിയോ, കൊടും ചൂടാണ് ഹൈദരാബാദിൽ. ഈ യുദ്ധത്തിന്റെ സീൻ എടുക്കുന്നത് പീരങ്കി ആണല്ലോ. എന്താ വെച്ചാൽ ഈ ഡീസൽ പോക്കിയും ഇതല്ലേ, ഫുൾ കറുത്ത പോക്കിയാണ്. ഒരു കുട മാത്രം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുട മാത്രം പിടിച്ചിട്ട് അവസാനത്തെ സിനിമ എന്താ പറയുക ആൾക്കാർ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. കുഞ്ഞാലിക്ക് വെട്ടിക്കൊടുക്കുന്ന സീനുണ്ട്. അപ്പൊ മഴയുണ്ട്, ഒരു 2-3 ഇതിലെടുക്കണം. അപ്പൊ ചളിയിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഇപ്പൊ ലാൽ സാറിനാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് പോകും വേണം. സാർ ഒരു സെക്കൻഡ് പോലും സാർ തന്നെ തുടച്ചു കളിച്ച് സാർ തന്നെ കിടക്കുന്നു. അപ്പൊ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ആക്ടർ. അവരൊക്കെ നമ്മുടെ വലിയ പ്രതിഭാസമാണ്. നമ്മൾ കണ്ട് പഠിക്കേണ്ട ലഹരി അതൊക്കെ. മമ്മൂക്കയുടെ കൂടി ഞാൻ 6 പടം ചെയ്തിട്ടുണ്ട്, വർഷം ചെയ്തിട്ടുണ്ട്. പിന്നെ പത്തേമാരി നമുക്ക് പറഞ്ഞു തരും, പഠിപ്പിച്ച് തരും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണ്. പിന്നെ മമ്മൂക്കയുടെ കൂടെയൊക്കെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഫോർമേറ്റീവ് ആവാൻ ഇങ്ങനെയാണ്. ലോക കാര്യങ്ങൾ പറഞ്ഞു തരിക, എല്ലാം പറഞ്ഞു തരും. ഈ ലഹരിയുടെ മോശത്തരത്തെ കുറിച്ച് പറഞ്ഞു തരും, ഒക്കെ പറഞ്ഞു തരും. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് പറയും, അത് ഉപയോഗിക്കണ്ട അവർ തരുന്നു. അതുപോലെ ലാൽ സാറിന്റെ കൂടെ എവിടെ കണ്ടാലും ആദ്യം എന്നോട് ചോദിക്കുന്ന ചോദ്യം, മോനെ നാടകം കളിക്കുന്നില്ലേ എന്ന്. അദ്ദേഹത്തെ നാടകം അത്ര ഇഷ്ടമാണ്. എന്നോട് വേറെ ആരും എന്നോട് ചോദിക്കാറില്ല. ഇന്ന് ഞാൻ ഇയാളെ കണ്ടു, എന്നോട് ഇദ്ദേഹം ചോദിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞല്ല, കുറ്റം പറഞ്ഞല്ല. നാളെ ഉറപ്പാണ്, നാളെ ഏതെങ്കിലും എയർപോർട്ടിലോ അല്ലെ എവിടെയും വെച്ചാൽ ആദ്യം ലാൽ സാർ എന്നോട് ചോദിക്കാതായിരിക്കും നാടകം മോനെ ഇപ്പൊ ചെയ്തില്ലേ എന്ന് ചോദിക്കും. അത് അദ്ദേഹത്തിന് അറിയാം ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. പെണ്ണടൻ കണ്ടിട്ടില്ല, പക്ഷെ പെണ്ണടന്റെ സ്റ്റാർട്ടിങ് വോയിസ് ലാലേട്ടന്റെയാണ്. ഇതുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഷോ അറേഞ്ച് ചെയ്യുമ്പോൾ സാർ ഇവിടെ ഉണ്ടാവില്ല. അതുപോലെ മമ്മൂക്കയ്ക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. മമ്മൂക്കയാണ് ആദ്യത്തെ ബ്രോഷർ പ്രകാശനം ചെയ്തത്. പക്ഷെ അവരുടെ ഒക്കെ അനുഗ്രഹമുണ്ട്, കാരണം ഞാൻ എപ്പോഴും അവരൊക്കെയാണ് റോൾ മോഡലായിട്ട്. ലാലേട്ടൻ എങ്ങനെയാ പെണ്ണടനിലെ വോയിസ് തന്നത്? ഇഷ്ടപ്പെട്ടു. ഞാൻ അതിന്റെ കഥ പറഞ്ഞു, കാര്യം പറഞ്ഞു. ഇതിന്റെ ഇതാണ് ഒടിയന്റെ ഡബിങ് നടന്നു. സാർ ഇങ്ങനെ പോകാൻ നോക്കുക, പെട്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടന്റെ ഡബിങ് കാണുന്നത്. അതെനിക്ക് പണ്ടേ ആഗ്രഹമായിരുന്നു. ഞാൻ കുറച്ച് പേരും ലാൽ സാറിന് 1 മണിക്കൂർ ചെയ്തിട്ട് വേറൊരു ഫംഗ്ഷന് പോകും. പെട്ടെന്ന് ലാൽ സാറിനെ കൂടി പറഞ്ഞത് കിട്ടിയാൽ ഭയങ്കര മഹാഭാഗ്യം, ഇല്ലെങ്കിൽ ഒരു വാക്ക്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ആക്ടർ എങ്ങനെയായിരിക്കണം, ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ. ഞാൻ പോലും പഠിക്കണ്ട, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം പോലും എങ്ങനെ കളയാം. ഞാൻ പെട്ടെന്ന് സാറേ എന്താ പറയുക പറയും സാർ എൻ്റെ അപ്പൊ പ്ലെയറെ കുറിച്ച് അതിന് മുമ്പ് ഞാൻ സംസാരിച്ചത് ഒരു ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു തരും. അയ്യോ മോനെ എനിക്ക് ഇത്ര മണിക്ക് പോകേണ്ടിയില്ല മോനെ, നേരത്തെ പറയേണ്ടത്. അപ്പോൾ ഞാൻ സാറില്ല സാർ കുഴപ്പമില്ല, കുഴപ്പമില്ല പെട്ടെന്ന് നോക്കുന്നു. ഞാൻ അതുവരെ എഴുതിയിട്ട് പോലുമില്ല ഇന്റർവ്യൂ. 5 മിനിറ്റോടെ ഞാൻ അവിടെ സ്റ്റുഡിയോ ഡിസ്മേൽ ഇരുന്നിട്ട് ഞാൻ ഇന്റർവ്യൂ എഴുതുന്നു. ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അകത്ത് ബൂത്തിനകത്ത് ഇരിക്കാൻ പറഞ്ഞു, മോൻ പോയിട്ട് കൺസോളിരിക്കും. പിന്നെ എന്താ അറിയോ, പിന്നെ സാറേന്നാണ്, ഞാൻ ഡയറക്ടറാണല്ലോ. സാർ ഓക്കെ ആണോ സാർ? സാറൊന്നും വിളിക്കല്ല, അങ്ങനെയാണ്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി 1/2 മണിക്കൂർ 3/4 മണിക്കൂർ. കാരണം വലിയൊരു ഇന്റർവ്യൂ ആണ്, അതിന്റെ മോഡുലേഷൻ കറക്റ്റ് ആയിരിക്കണം. കാരണം കൃത്യമായി അത് ഇന്ന് ആ പ്ലേ തുടങ്ങുന്നതിന് മുമ്പേ സ്റ്റാർട്ടിങ് വോയിസ് സാറിന്റെയാണ്. അപ്പൊ എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, ആ നാടകത്തിലേക്ക് അറിയാതെ വീണു പോകും. അത് അങ്ങനെയുള്ള ഒരു മോഡുലേഷനാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കത് ഇൻട്രോ തരണം ഒരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേറൊരു ഫംഗ്ഷനിലേക്ക് പോകണം, ഓൾറെഡി ലേറ്റ് ആണ്. പക്ഷെ ഒരു കലാകാരൻ മറ്റൊരു കലാകാരന് മനസ്സിലാക്കുന്നു. ഈ മനസ്സിലാക്കുന്നിടത്താണ് ഏറ്റവും വലിയ സ്നേഹം. ടേക്കൺ ആൻഡ് ഗിവൺ റെസ്പെക്ട്. പലപ്പോഴും നമുക്ക് കിട്ടാത്തതും നമുക്ക് കൊടുക്കാൻ പറ്റാത്തതും ഇതാണ്. അത് ഇതുപോലെ തന്നെയാണ് മമ്മൂക്കി, ഒരു തർക്കമില്ല. ഇതിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്യാൻ പോയ സമയത്ത് ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. വേഗം നിന്ന് ഫോട്ടോ എടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റെടുത്തായിരുന്നു. പക്ഷെ അന്ന് എത്താൻ പറ്റിയില്ല, വേറെ ലൊക്കേഷനായിരുന്നു. ഇവർ 2 പേരും, അങ്ങനെ എത്രയോ പേര്, പക്ഷെ ഇവർ 2 പേരും എന്നും എൻ്റെ റോൾ മോഡലായിരുന്നു. അവിടെ ഇവരോടുള്ള റോൾ മോഡൽ കൊണ്ട് നമുക്ക് അധികം കുരുത്തക്കേടിലേക്ക് പോകാൻ പേടിയുണ്ട്. അതെ, ശരിക്കും ആ ഒരു നാടകം ഭയങ്കര ഹിറ്റായിട്ട് മാറുവാണ്, അവാർഡ് ലഭിച്ചു. എങ്ങനെയാണ് ഒരു ആണിൽ നിന്നൊരു പെണ്ണിലേക്ക് നമ്മൾ കുമാരനാശാന്റെ ആ ഒരു നായികയായിട്ട് എങ്ങനെയാണ് ആ ഒരു പരകായ പ്രവേശനം നടത്തിയത്? അതും അതിന്റെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഒരുപക്ഷെ എൻ്റെ ബോഡിയിൽ അങ്ങനെ ഒരു
ഒരു സ്ത്രൈണത ഉള്ളിലുണ്ടായിരിക്കാം. പറയാറുണ്ട് എല്ലാ പുരുഷന്റെ ഉള്ളിലും ഒരു സ്ത്രീ ഉണ്ടാവും, എല്ലാ സ്ത്രീയുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ടാവും. ചില സമയത്ത് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും, ചില ആൾക്കാർക്ക് പുറത്തെടുക്കാൻ സാധിക്കില്ല, അല്ലേ? നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പാട്ടുകാരനുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ജനിക്കുമ്പോഴേ ഒരു താളമുണ്ട്. കാരണം നമ്മൾ ആദ്യം കരഞ്ഞത് മാത്രം ഓർത്താൽ മതി. ഇപ്പോഴാണ് നമുക്ക് താളം നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ചില ആൾക്കാർ താളം കൊണ്ട് ജീവിക്കും, അങ്ങനെ അവർ നല്ല പാട്ടുകാരി മാറും, നല്ല ആക്ടറായി മാറും. നമ്മളെല്ലാം കരയുന്നത് ഒരു പ്രത്യേക താളത്തിലാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ കുമാരനാശാന്റെ അതിനു വേണ്ടി പ്രത്യേകിച്ച് ട്രെയിനിങ്ങിനോ ഒന്നും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ സ്വയം വികസിപ്പിച്ച് ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ സ്പേസ് ഉണ്ട്, എൻ്റെ റൂമിൽ നിന്ന് ഞാൻ തന്നെ ആരും കാണാത്ത സമയത്ത് ഞാൻ നടന്നു നോക്കുന്നു, ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ രൂപപ്പെടുത്തി. പക്ഷെ അത് ഇന്നും അതിൻ്റെ അത് മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു അനുഗ്രഹിക്കാം. വേണമെങ്കിൽ ഒറ്റ സ്റ്റേജ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ എനിക്ക് നിർത്താൻ പറ്റും. സാധാരണ നാടകം അങ്ങനെയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട്, 2 വർഷം കൊറോണ പോയി, 9 വർഷമായിട്ട് ഞാൻ കുവൈത്തിൽ വെച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോഴും അത് തുടർന്ന് അവതരിപ്പിക്കാൻ പറ്റുന്നു. അത് നിറഞ്ഞ കയ്യടിയോടുകൂടി അത് സ്വീകരിക്കുന്നു. അത് ഏത് കഥാപാത്രമാണ് അതിൽ ഏറ്റവും ഇഷ്ടം? സ്ത്രീ കഥാപാത്രം കുമാരനാശാൻ അല്ല, അത് വാസവദത്തിയാണ് വല്ലാതെ. പക്ഷെ ഒറ്റ സെക്കൻഡ്, ഒരു കുറച്ച് സമയം മാത്രമേ സീത വരുന്നുള്ളൂ. പക്ഷെ സീത ആ ഒരു സെക്കൻഡ് അറിയാതെ ആ സീതയുടെ ത്യാഗത്തെ കുറിച്ചൊക്കെ നമ്മൾ ഓർത്തു പോകും. അങ്ങനെയുണ്ടല്ലോ ആ സ്ത്രീ അനുഭവിച്ച അത് ഒരു സെക്കൻഡ്, അത് നമ്മുടെ ഉള്ളിലെ വരുള്ളൂ. അത് അത്രത്തോളം പുറത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മൂമെന്റേ ഉള്ളൂ സീതയുടെ. പക്ഷെ അപ്പോഴാണ് നമ്മൾ അറിയാതെ ഓർക്കുക, ഇത്രയും ത്യാഗം ചെയ്ത് സീത അവസാനം ആലോചിച്ച് നോക്കും. ഇത്രയും ഇവരെ കൂടെ നിന്നിട്ട് പോലും അവസാനം അഗ്നിശുദ്ധി വരുത്തി സ്വയം ഭൂമിയിലേക്ക് പോകേണ്ടി വന്നതാണ് സീത. ഇതെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് പഠിക്കുവാനും കാണുവാനും നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ നമ്മൾ പലപ്പോഴും മറ്റ് ഇതിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അല്ലെ നമുക്ക് ഇതന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താ പറയുക, ഇപ്പൊ ലാൽ സാറൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. എല്ലാവരും നിമിത്തമായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് ഭവിക്കുന്നു. അത് സുന്ദരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. 100% ഡെഡിക്കേറ്റ് കൂടി. ഞാൻ അതിഭയങ്കരമായ നടനാണ് എന്നൊന്നും, അത് ഗംഭീരമായ നാടകമാണെന്നും ഞാൻ അവകാശപ്പെടാറില്ല. പക്ഷെ ഇപ്പോഴും അത് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആൾക്കാർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് എപ്പോഴും പൂട്ടി വെക്കാം. പക്ഷെ ഇപ്പോഴും അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അത്രയും, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ സ്വീകരിക്കുന്ന സ്വീകാര്യത കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമായി പോകും. അതൊരു പ്രത്യേക ആൾക്കാരുമല്ല, എല്ലാ തലമുറയിൽപ്പെട്ടവരും എല്ലാവരും അത് സ്വീകരിക്കുന്നുണ്ട്. വലിയ ഭാഗ്യം. കുവൈത്തിലൊക്കെ ഏറ്റവും പുതിയ കാലത്ത് ജീവിക്കുന്ന പെൺകുട്ടികൾ അടക്കമാണ് അതിനെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. രണ്ടുപേരും കണ്ണൂരാണ്. ഒരു കണ്ണൂരിലെ രാഷ്ട്രീയം നല്ല രീതിയിലുള്ള ഒരാളാണ് നമ്മുടെ സന്തോഷ് ചേട്ടൻ. അപ്പോൾ ശരിക്കും രാഷ്ട്രീയം ഈ നമ്മുടെ സിനിമാ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടനിലേക്ക് ഇങ്ങനെ പ്രകടമായിട്ട് വരുമ്പോൾ അതൊരു ബാധിക്കുമോ സിനിമാ ജീവിതത്തെ? പക്ഷെ എനിക്ക് രാഷ്ട്രീയം വിടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ, ഞാൻ സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും എന്താ പറയുക കൊലപാതക രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ നാടിന് ഹാനികരമാകുന്ന, ഞാൻ ഉറച്ച ഒരു ഇതിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുപോലും മറ്റൊരു തരത്തിൽ ജനങ്ങൾക്ക് ബാധിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അതിനെ വിമർശിക്കാറുണ്ട്. മനസ്സിലാവുന്നില്ലേ? എപ്പോഴും ഒരു കലാകാരൻ പൊതു സ്വത്ത് തന്നെയാണ് എന്നാണ് പറയല്. പക്ഷെ അതിനപ്പുറം ഞാൻ മറ്റൊന്ന് കൂടി വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരാണ് ഇത് ഭരിക്കുന്നത്. നമുക്ക് നമ്മുടെ വോട്ടാണ്. അപ്പൊ എനിക്ക് എങ്ങനെ നിഷ്പക്ഷരാക്കാൻ പറ്റും? പിന്നെ അത് ഒരാളുടെ ഇഷ്ടമാണ്, പ്രകടമായിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ കൂടി പിടിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പൊ എനിക്കത് പെട്ടെന്ന് വിടാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. എനിക്ക് കൃത്യമായി അതുകൊണ്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എനിക്ക് അവരൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ്. ഞാൻ നാളെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നില്ല, ഒരിക്കലും ഇല്ല. എവിടെയായാലും പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്. ഞാൻ അതിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ എൻ്റെ നാട്ടിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയോ ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയോ ഏതെങ്കിലും തരത്തിൽ അതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. ഒരു തരത്തിലും കൂട്ടു നിൽക്കില്ല. പക്ഷെ കല എന്ന് പറയുന്നത്, ഇപ്പൊ നാടക അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഉപജീവനം കൂടിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. എൻ്റെ ഉപജീവനം കൂടിയാണ്. ഞാൻ നല്ലൊരു സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമയിൽ അതിന്റെ നിർമ്മാതാവ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുള്ള ഒരാളേക്കാം ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ചില ആൾക്ക് തുറന്നു അതിലെ പ്രധാന നടൻ, അതിലെ ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സിനിമ സെറ്റിലെത്തി ആർക്കും രാഷ്ട്രീയം പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയം പറയണ്ടേ? കാരണം രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണ്ടേ? പിന്നെ എന്താണ് ചർച്ച ചെയ്യുക? അതും വലിയ വിഷയം. ഈ ചർച്ചകളൊന്നും ചെയ്യില്ല. ഈ ചർച്ചകൾക്ക് പകരം എന്താ നടക്കുന്നത്?
പണ്ട് കാലത്ത് ഈ ലൊക്കേഷൻ എല്ലാം ചർച്ച ചെയ്യും, എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്ന് അതിന് പകരം എന്താണ്, അവിടെയാണ് ഈ ചർച്ചകൾ നടക്കുന്നില്ല. നമ്മുടെ ഇതിലേക്ക് പോകും. ഞങ്ങളിത് ചർച്ച ചെയ്യണം, നമ്മൾ ചർച്ചകൾ ഒറ്റപ്പെട്ടിട്ടാണ് ഇന്ന് പഴയതിനേക്കാളും കൂടുതൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളടക്കം ടാക്സ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ ഒരു കൂട്ടർ അല്ലെ നമ്മുടെ ഭരണകർത്താക്കൾ ആരും ആയിക്കോട്ടെ, ഞാൻ എക്സ് ഓർ വൈ ഒരു വലിയ അഴിമതി നടത്തുന്നു, നമ്മൾ സംസാരിക്കണ്ട. ഇനി അടുത്തൊരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചുകൊണ്ട് നിങ്ങൾ പറയാം, ഒരു വീട്ടിൽ ഏറ്റവും ആദ്യം നമ്മളെ ബാധിക്കുന്നതാണ് ഗ്യാസിന് വില കൂട്ടിയാൽ. ഏതോ എക്സ് ഓർ വൈ ഒരു ഭരണകൂടം അധികാരത്തിൽ വരുന്നു, എക്സ് ഓർ വൈ ആണ് ഞാൻ പറയുന്നില്ല, ഗ്യാസിന്റെ വില കൂട്ടുന്നു. അത് പൊതുജനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയമാണ്. ഗ്യാസിന് വില കുറക്കാൻ വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി സമരം ചെയ്യുന്നു. നിങ്ങൾ പറയുന്നു എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, ഞാൻ നിഷ്പക്ഷനാണ്, ഗ്യാസിന്റെ വില കുറക്കുന്നു. നിങ്ങൾക്കത് ഗുണമാണ് അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ്? നിഷ്പക്ഷമാരാ? കൃത്യമായി ഒരു കൂട്ടർ മുന്നിലിറങ്ങി സമരം ചെയ്ത് പോരാടി രക്തസാക്ഷികളായിട്ടാണ്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചാൽ ബസ് ആണ്. നമ്മൾ ഇന്നത്തെ പോലെ കോളേജ് ബസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് കുട്ടികളെ കോളേജ് ബസ്സിൽ കയറ്റൂല, പ്രൈവറ്റ് ബസ് കയറ്റൂല, എപ്പോ ഒന്നും കയറ്റിയ അതിന്റെ പേരിൽ. അപ്പൊ അതിനുവേണ്ടി ഒരു കൂട്ടർ വിദ്യാർത്ഥികൾ സമരം ചെയ്യും. ഒരു കൂട്ടർ ഒന്നും അതിൽ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ, സമരം വിജയിക്കും. ഇതെല്ലാവരും ഉപയോഗിക്കുന്ന ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ. നമ്മൾ അറിയേണ്ടത് എപ്പോഴും ഭരണകൂടത്തോട് സമരം ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പലതും എല്ലാം നേടി. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ലോകത്തിൽ തന്നെ നടക്കാത്ത ഭൂപരിഷ്കരണ നിയമം നടന്നൊരു സ്റ്റേറ്റാണ് കേരളം. അധസ്ഥിതർക്ക് ഇന്ന് ഒരു പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, ചെന്നൈയിലാണെന്ന് അറിയില്ല, UP-യിൽ എവിടെയാ, നോർത്ത് ഇന്ത്യയിൽ, ഒരാളുടെ കടയിൽ ബാർബർ ഷാപ്പിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ കയറി മുടി വെട്ടിയിട്ട് വലിയ വിഷയമായി എന്ന് പറഞ്ഞു. കേരളത്തിൽ നടക്കും? കേരളത്തിൽ ഒരു കാലത്ത് ഈ വൈക്കം ക്ഷേത്രത്തിന് മുമ്പിലൂടെ നടക്കാൻ പറ്റില്ല, ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിലൂടെ നടക്കാൻ പറ്റില്ല, മാറി മറക്കാൻ സ്ത്രീകൾക്ക് ആണുങ്ങൾക്ക് മീശ വെക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല, മുട്ടിന് താഴെ മുണ്ടുകൊടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാ മാറിയത്? ഇതെല്ലാം സമരം ചെയ്ത് നേടിയെടുത്താണ്. കൃത്യമായിട്ട് ഒരു കൂട്ടർ മുന്നിൽ നിന്ന്. അപ്പൊ എന്നിട്ട് നമ്മൾ പറയുന്നത് ഇതൊന്നും നമുക്ക് വേണ്ട, നിങ്ങൾ പ്രത്യക്ഷത്തിൽ കൊടിപിടിക്കണമെന്നോ ഇതൊന്നുമല്ല പറയുന്നത്. രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം രാഷ്ട്രത്തിൽ സംഭവിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അരാഷ്ട്രീയം കടന്നു വരും. അരാഷ്ട്രീയമാണ് ഈ പറയുന്നതൊക്കെ. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത് തിരിച്ചറിയണമായിരുന്നു. ഈ നമ്മുടെ സ്കൂളിലും ക്യാമ്പസുകളിൽ നിന്ന് രാഷ്ട്രീയം മുഴുവനായിട്ട് ഒഴിവാക്കി. അപ്പൊ എന്ത് ചെയ്തു? വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ മാഫിയ കൈയടക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സ്കൂളിൽ ഒരു അച്ചടക്കം ഉണ്ടാവും. സമരങ്ങളൊന്നും അത്ര മോശമൊന്നുമല്ല, കുട്ടികൾ അതിലേക്ക് തിരിയും. ഇത് ഇപ്പൊ എന്ത് ചെയ്തു? കുട്ടികൾക്ക് വേറെ ഇല്ല. അപ്പൊ അവിടെ റോൾ മോഡലായി മാറുന്നത് ഇങ്ങനെ കൊടുക്കുന്ന വലിയ കാറിൽ വരുന്നത് അവരെ കുട്ടികൾക്ക് ആകർഷിക്കും. അപ്പൊ ഇവർക്ക് കുട്ടികൾക്ക് ഇത് സപ്ലൈ ചെയ്യും. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. രാഷ്ട്രീയം എന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നെ പല പരിപാടികൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്നെ വിളിക്കാറില്ല. അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പല സിനിമയിൽ നിന്നും എന്നെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും കൺസേൺ അല്ല. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുമ്പിൽ മറ്റു പല വഴികളുണ്ട്. ഞാൻ സിനിമയെ അത്രയധികം ഇഷ്ടപ്പെടുന്നു, പ്രണയിക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തോട് എനിക്ക് നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്. കലാകാരൻ എന്നതിൽ, വ്യക്തി എന്ന നിലയിൽ, പൗരൻ എന്ന നിലയിൽ. കലാകാരൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബ്രാഞ്ച് ഒന്നുമില്ല, നമ്മൾ ആയി മാറുന്നതാണ്. അതിനേക്കാൾ ഉപരി നമ്മളൊക്കെ പൗരന്മാരാണ്. നിങ്ങൾക്ക് എപ്പോഴും സിനിമ കിട്ടിയെന്ന് വരുമോ? എപ്പോഴും സംവിധാനം ചെയ്യാൻ പറ്റിയെന്ന് വരുമോ? ഒരു മാഷായി നിങ്ങൾക്ക് ജീവിതം പെൻഷൻ എടുത്ത് മാഷാകാം. ആ സമയത്ത് ചെയ്യുമ്പോഴേ ഞാൻ കരയുള്ളൂ. എനിക്ക് നാളെ സിനിമയിൽ അഭിനയിക്കുമ്പോഴേ ഞാൻ ഒരു ആക്ടറായി മാറുള്ളൂ. അല്ലാത്ത ദിവസം ഞാൻ സാധാരണക്കാരനാണ്. അത് നമ്മൾ തിരിച്ചറിയണം. സാധാരണക്കാരനാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോബില്ല. ഞാൻ കല എന്ന് പറഞ്ഞൊരു ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. ആ സമയത്ത് ചെയ്യുമ്പോൾ ഞാൻ കലാകാരനായി മാറും. അതുവരെ ഞാൻ ഒരു സാധാരണ പൗരനാണ്. ഈ ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ. ആ പൗരന്റെ ഒരുപാട് ധർമ്മങ്ങൾ നമ്മൾ പാലിക്കണം, കടമകൾ പാലിക്കണം. ഇപ്പം സിദ്ധാർത്ഥിലേക്ക് വരുവാണെങ്കിൽ മൂൺ വാക്ക് പറഞ്ഞ സിനിമ ആണ് ഇനി ഇത് കഴിഞ്ഞാൽ വരാനുള്ളത് അല്ലേ? LJPയുടെ കൂടെ എങ്ങനെയാണ് LJP സിദ്ധാർത്ഥിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? അല്ല ആക്ച്വലി അത് ഡയറക്ഷൻ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ വേറൊരു അതെ വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് AK എന്ന് പറയുന്ന ഡയറക്ടറാണ്, ഫിലിം മേക്കറാണ്.
ഇപ്പോൾ LJP സാറും ലിസ്റ്റിൻ സ്റ്റീഫൻ സാറും കൂടെ അത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ പടം കിട്ടിയത് ഞാൻ യൂഷ്വലായിട്ട് ഓഡിഷൻസ് ഞാൻ ചെന്നൈയിൽ നിന്നായിരുന്നു നാട്ടിലേക്ക് വന്ന ഓഡിഷൻ തന്നുകൊണ്ടിരുന്നത്. അതുവഴി ഓഡിഷൻ പോയിട്ട് അങ്ങനെ കിട്ടി. എത്രയോ 3000-4000 ആപ്ലിക്കൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, 40 പേരാക്കി. അതിൽ നിന്ന് ഒരു 15-16 ആക്കി. വീണ്ടും അതിൽ നിന്നും സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു 7 പേരാക്കി. അങ്ങനെ പോയി ഞങ്ങളൊരു ഓൾമോസ്റ്റ് 85 ഡേയ്സ് ഷൂട്ട് ചെയ്ത് ഒരു 3 മാസം ട്രെയിനിങ് സെഷൻ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പടമാണ്. LJP ട്രെയിനിങ് സെക്ഷൻ ഒക്കെ വന്നായിരുന്നു? ഇല്ല, പുള്ളിക്കാരൻ വരുന്നത് ലേറ്റർ ഓൺ ആണ്. പക്ഷെ ഞങ്ങളായിട്ട് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ജനറൽ ആയിട്ടുള്ള ഒരു റിലീസിന്റെ സമയത്ത് കുറച്ചുകൂടെ സമയം കിട്ടുമായിരിക്കും സാറിനെ ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കാൻ. അധികം കൂടുതലൊന്നും ഞങ്ങള് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല.